ഉപ്പുമുളകും 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 എന്താണാവോ ഇന്നത്തെ ചൂടുള്ള വാർത്ത? ആരവിടെ? ഒരു മരം മുറിച്ചതാ. വീട് പണി തുടങ്ങാൻ പോവാണല്ലോ. ഇത് ശേഖരണന്റെ സ്ഥലമായിരുന്നില്ലേ? അങ്ങനെ വിറ്റോ? ആ വിറ്റു. ഒരു ഗൾഫുകാരനാ വാങ്ങിയത്. വീട് പണി പെട്ടെന്ന് തുടങ്ങും. ആണോ? നല്ലൊരു തണലായിരുന്നു. അത് പോയി കിട്ടി. ഇനി ഏതവനാണോ വരാൻ പോകുന്നേ? പിന്നെ അപ്പുറത്തെ വീട്ടിലെ മരത്തിന്റെ തണൽ ഇവിടെയാണല്ലോ. ഇത് ചുമ്മാ ഒരു കഴപ്പ്, അല്ലാതെന്ത്? ഇവിടെ എന്താ ഒരു വെളിച്ചം വെച്ച പോലെ? ശേഖരണന്റെ പറമ്പിലെ മരം മുറിച്ചതാ. അങ്ങനെ ആ സ്ഥലം വിറ്റു. ഏതോ ഗൾഫുകാരൻ അവിടെ വീട് വെക്കാൻ പോവാണല്ലോ. ഓ, ഇനി ആ പണി കഴിയുന്നത് വരെ ഇവിടെ ഒച്ചയും ബഹളവും ആയിരിക്കും. താഴത്തെ നിലയുടെ സ്ട്രക്ചറൊക്കെ ഏകദേശം കഴിയാറായല്ലേ? ആ, താഴെ മാത്രമേ ഉള്ളെന്നാ തോന്നുന്നേ. കണ്ടിട്ട് താഴെ മാത്രമാവാനാ സാധ്യത. പിന്നെ ഈ ഗൾഫുകാര് വെറുതെ പത്രാസ് കാണിക്കാൻ മേലെയൊക്കെ എടുക്കും. ഒരാവശ്യമില്ലല്ലോ. ശരിക്കും ചെറിയ വീടാ സൗകര്യം. അതാവുമ്പോ എളുപ്പത്തിൽ വൃത്തിയാക്കി വെക്കാൻ പറ്റും. ഇതൊക്കെ വല്ല അറബിയും പറ്റിച്ചുണ്ടാക്കിയ പൈസയാവുന്നേ. അപ്പൊ പിന്നെ ഒന്നും നോക്കാതെ ചെലവാക്കാലോ. പോരാത്തതിന് ലോണും എടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഇവിടെ വന്ന് ഷോ കാണിക്കും. ആരാണാവോ ഇതിന്റെ എഞ്ചിനീയർ? പണി തീരെ പോരാ. നനയ്ക്കലൊക്കെ ഒരു പേരിനേ ഉള്ളൂ. സ്വന്തം വീട്ടിലെ ചോർച്ച മാറ്റാൻ നേരമില്ല. അതെങ്ങനെയാ? ശ്രദ്ധ മുഴുവൻ അപ്പുറത്തെ വീട്ടിലല്ലേ. എല്ലാം കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാതിരുന്നാ മതി. ആ, അത് തന്നെ. വലിയ വീടൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് എന്താ കാര്യം? ഒരു കാറ് മര്യാദയ്ക്ക് കയറ്റാൻ സൗകര്യമില്ല. ഗേറ്റിനാണ് വീതിയില്ല. അവസാനം കാർ ഇവിടെ വെച്ചോട്ടെ എന്നായിരിക്കും ചോദിക്കുക. എടി, നമ്മളൊക്കെ നാട്ടിൽ അന്തസ്സായിട്ട് ജോലി ചെയ്യുന്നവരാ. ഇത് അന്യനാട്ടിൽ പോയി വല്ലോന്റെ വീട്ടിൽ അടുക്കളപ്പണി ചെയ്തിട്ട് കാശുണ്ടാക്കി ഷോ കാണിക്കുന്നതാ, അല്ലാതെന്ത്? ബാലു, ശരിക്കും അയാൾക്ക് എന്തായിരിക്കും ജോലി? അത് പിന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടിരുന്നു. പുള്ളിക്കാരൻ എന്നോടൊരു ഹായ്. ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല. കണ്ടാ തന്നെ അറിയാന്നേ, ജാട പാർട്ടിയാ. ആയിരിക്കും. വീട് കണ്ടറിഞ്ഞൂടെ? ഒടുക്കത്തെ ജാടയായിരിക്കും. അവളുടെ കൈയില്ലാത്ത ബ്ലൗസും 1.5 അടി ഉയരുള്ള ചെരുപ്പും. ആരേലും ഇന്നത്തെ കാലത്ത് ഇത്രയും മേക്കപ്പ് ഒക്കെ ഇടുവോ? ഭയങ്കര ഓവറല്ലേ? ആണോ? പക്ഷെ എനിക്കങ്ങനെ തോന്നിയില്ല. എന്തോ ഒരു ചന്തമില്ലേ അവളെ കാണാൻ. ആ കണ്ണും ആ ചുണ്ടും. അല്ല, അങ്ങനെയല്ല. അത്രയ്ക്ക് സൗന്ദര്യമൊന്നുമില്ല. ഞാനൊരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാ. നീലു, നോ. ബാലുവേട്ടനാണ് പറയുന്നത്. നോ, പ്ലീസ് പ്ലീസ്, നോ മോളെ. നീ കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ആരും ഉള്ളൂ. അപ്പൊ ഞാൻ മരിച്ചാ നിങ്ങൾ വേറെ കേട്ടോ? പറ. ഒരിക്കലും ഇല്ല മോളെ. അവടി താഴത്തിട്ടെ. ഇനി വേറെ പെണ്ണുങ്ങളുടെ കാര്യം വീട്ടിൽ സംസാരിക്കോ? ഇല്ല മോളെ, ഒരിക്കലും ഇല്ല. അവടി താഴെയിടൂ പ്ലീസ്. ഹലോ, ഞാൻ ശ്രീകുമാർ നായർ. ഇതെന്റെ വൈഫ് ലതാ നായർ. ഓ, മനസ്സിലായി. അപ്പുറത്തെ പുതിയ വീട്ടില് നീലു. മോളെ നീലു, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. ഇരിക്കെ. ഓ, താങ്ക് യു. നിനക്ക് മനസ്സിലായില്ലേ? ഇവരല്ലേ നമ്മുടെ പുതിയ അയൽവാസികള്. നമസ്കാരം. ഗൾഫിലായിരുന്നല്ലേ? അതെ. ഗൾഫിൽ എവിടെ? മൊറോക്കോയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സുനിയർ. മൊറോക്കോ സുനീർ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. മൊറോക്കോ ഗൾഫിലല്ല, ഞാൻ ദുബായിലായിരുന്നു. എന്റെ ആങ്ങളയുടെ വീട് ഏകദേശം ഇതുപോലെയാ. ഒരു 12,000 സ്ക്വയർ ഫീറ്റ് ഒക്കെ വരും. അതെ, കേട്ട് കാണും, കുവൈറ്റ് കുട്ടൻ. അതെ. ബൈ ദ ബൈ, നിങ്ങൾക്ക് എത്ര കുട്ടികളാണ്? ഞങ്ങൾക്ക് ഒരു മോളേ ഉള്ളൂ. അവൾ ലണ്ടനിൽ പഠിക്കുക. ഓ, എന്നിട്ടാണോ ഇത്രയും വലിയ വീടൊക്കെ ഉണ്ടാക്കി വെക്കുന്നേ? ശരിയാ, വെറുതെ ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ. അയ്യോ, ഇത് ഞങ്ങളുടെ വീടല്ല, ഹോസ്റ്റലാണ്. ഒരു വരുമാനം ആയിക്കോട്ടെ എന്ന് കരുതി. ഞങ്ങൾ നാളെ തന്നെ തിരിച്ചു പോകും. ഹോസ്റ്റലോ?
അയ്യോ, ഇനി ഇവിടെ ആകെ പ്രശ്നമായിരിക്കും. ഒച്ചയും ബഹളവും. അയ്യയ്യേ. ഒരു പ്രശ്നം ഉണ്ടാവില്ല സർ. വർക്കിംഗ് ലേഡീസിനുള്ള ഹോസ്റ്റലാണ്. ഒരു 25 വയസ്സിന് മുകളിലുള്ള നല്ല അച്ചടക്കവും പക്വതയും ഒക്കെ ഉള്ള സ്ത്രീകൾ മാത്രമേ ഉണ്ടാവൂ. ഐ ഗ്യാരണ്ടി ദാറ്റ്. ലേഡീസ് ഹോസ്റ്റലാണോ? അത് നല്ലതാ. അതെന്തായാലും സൂപ്പറായി. നാളെ തന്നെ താമസം തുടങ്ങും. സാറിന്റെ ഒരു കണ്ണ് എപ്പോഴും അവിടെ വേണം. മോനെ മനസ്സിൽ ലഡു പൊട്ടി. എന്തിനൊരു കണ്ണ്? ഞാനിനി ഇവിടുന്ന് എവിടേക്ക് പോകുന്നില്ല. അല്ല നീലു? എങ്കിൽ ഞങ്ങൾ വരട്ടെ. ഞാനും കൂടി വരട്ടെ. എന്നെ കൂടി കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? ഉപ്പുമുളകും 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 ഉപ്പുമുളകും